അളിയോയ്. ഓ എന്റെ അളിയനെ കൂടെ കൊണ്ടുപോണെന്ന് നശിപ്പിക്കണവന്മാര്. നിങ്ങൾ എന്താ മനുഷ്യൻ ജമാലിന്റെ അടുത്തേക്ക് വരാതിരുന്നത്? ഓ അതോ എടി, ഞാൻ ജമാലിന്റെ അടിക്കൊന്ന് കാശ് വെച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഞങ്ങൾ തമ്മിൽ ഉടക്കും, പിന്നെ അലമ്പാകും. അവസാനം ഒരു അളിയനെ തല്ലിയെന്നുള്ള കംപ്ലൈന്റ് കേൾക്കാൻ കഴിയാത്തോണ്ട്. നിങ്ങളവരെ തല്ലുന്ന? ഞാൻ തല്ലുന്നല്ല, ഞാൻ ചിലപ്പോ അവന്റെ അടുക്കൽ പോയി കാശ് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്നെ തല്ലും. അതൊക്കെ പോട്ടെ, പോയ കാര്യം എന്തായി? ഒക്കെ ശരിയായി തരാന്ന് എങ്ങനെ? അവ ആൽബം സംവിധാനം ചെയ്യാൻ പോണ്ടത്രേ. ഓ ടിവിയിലൊക്കെ വരുന്ന പാട്ട് അതേന്ന് സംവിധാനം ചെയ്യുന്നോ? ആ മനസ്സിലായി. നമ്മുടെ ജമാല. എന്താ ഇത്, വർഷങ്ങളായി അടിച്ചിട്ട്. ഈ ബാബാക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ അടിച്ചു വൃത്തിയാക്കാൻ പറ്റില്ല. ഇത് സോപ്പ് പൊടിയല്ല, നിന്റെ വൃത്തിയായിട്ട് അലക്കലിട്ട് വെളുപ്പിക്കാനായിട്ട്. ഓസ് കിട്ടിയ ആസനം കുടിക്കുന്ന പാർട്ടിയല്ലേ, പിന്നെ എങ്ങനെയാണ്? ആ അതെ, പിന്നെ ഒരു കാര്യം, പെട്ടെന്ന് വരികൾ കിട്ടിയാലേ ട്യൂണിടാൻ പറ്റുള്ളൂ. അലക്കണ പോലെയല്ല, ഒരുപാട് ബുദ്ധിയും ഭാവനയൊക്കെ ഉപയോഗിക്കേണ്ട പരിപാടിയാ. തൽക്കാലം നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ച് ആലോചിക്കേണ്ട എന്റെ പൊന്നു കൂട്ടുകാരോ. നമുക്കല്ല, പിന്നെ ഈ വക കാര്യത്തിലൊക്കെ ഏകവചനം മതി. നിനക്ക് ജമാലേ, നമ്മുടെ പ്രൊഡ്യൂസറിലെ വരുന്നത് എവിടെ? അതേതായാലും നന്നായി. കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നെ പറഞ്ഞ് ഒരു ധാരണയിലെത്താലോ. നല്ല ബെസ്റ്റ് ഡയറക്ടർ. എന്തേ എടാ, നീ ഒരു ബാർബറാണെന്ന് അറിഞ്ഞാലേ നമ്മളിപ്പോ ഉണ്ടാക്കിയെടുത്ത എല്ലാ സെറ്റപ്പും ആകും. ഇനിയിപ്പോ എന്തൊരു വഴി? ഇനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. പെരുവഴി എന്നുള്ള കോമഡി ആയിരിക്കും. അതൊന്നും വേണ്ട, കാര്യമായിട്ടുള്ള വഴി പറ. അതല്ലടാ, ഒരു പ്രച്ഛന്ന വേഷം. അലക്കാനുള്ള എന്റെ ഈ പാണ്ടക്കെട്ടിൽ നമുക്കുള്ള കോസ്റ്റ്യൂം റെഡി. ഓ സോറി, നമ്മള് ബാർബർ ഷാപ്പാണെന്ന് കരുതി കയറിപ്പോയതാ. പോട്ടെ. തെറ്റിട്ടില്ല, ഇത് ബാർബർ ഷാപ്പ് തന്നെയാണ്. അതെ, നിങ്ങൾ ബാർബർമാരാണോ? ഞാൻ ബാർബറല്ല, ഇവൻ ബാർബറാണ്. എന്റെ അസിസ്റ്റന്റ് ആണ്. പണി പഠിച്ചു വരുന്നേ ഉള്ളൂ, വിവരമില്ല. അല്ല, ഇതെന്ത് വേഷ? അല്ല, ഞങ്ങളുടെ സംഘടനയുടെ പുതിയ തീരുമാനമാണ്. ഡസ്റ്റ് ഇൻഫെക്ഷൻ, സ്മോക്ക് ഇൻഫെക്ഷൻ, ഹെയർ ഇൻഫെക്ഷൻ, ഇതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ബാർബേഴ്സിന് ഒരു പുതിയ മാസ്ക്. അത് തന്നെ. ഒരു ഓപ്പറേഷൻ തിയേറ്റർ ആണെന്നേ തോന്നുന്നു. അതായത് ശരീരത്തിൽ നിന്ന് മുറിച്ചു മാറ്റുന്ന മറ്റൊരു രീതി. എക്സ്ക്യൂസ് മീ, ആക്ച്വലി താങ്കൾ എന്താണ് ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ്? ട്രീറ്റ്മെന്റോ? എന്താണപ്പോ? അതായത് കട്ടിങ്ങോ അതോ ഷേവിങ്ങോ? തൽക്കാലം നമുക്കൊരു താടിപടി മതി. അങ്ങനെയാണെങ്കിൽ ടുമാറോ മോർണിംഗ് 10 o'clock. നാളെ രാത്രി 11 മണിക്ക്. പോരാ 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 പോരാ, നമുക്ക് ഇപ്പം പഠിക്കണോ? അല്ല, ഞമ്മളെ കാണാൻ 2 സുജായികളൊന്ന് പുരയിൽ വരുന്നുണ്ട്. അല്ല, സുജായികളോ? ആരാണ് അവര്? ഒന്ന് സംവിധാന സുജായി, രണ്ടാമത്തെ പാട്ട് എഴുതുന്ന സുജായി. പ്രൊഡ്യൂസർ ആണെങ്കിലും കുറച്ച് ഗ്രാമർ ഞമ്മക്കും ഉണ്ടായിക്കോട്ടെ. ശരി ശരി, സുജായി ഇരുന്നോളൂ. ശരി. ബോസ്, സ്റ്റാർട്ട് കത്രിക. വെട്ടിംഗ്. അയാള് നമ്മളെ പരീക്ഷിക്കാൻ വന്നാണ്. അയാളുടെ മുഖത്ത് രോമൊന്നുമില്ല. ചുമ്മാ അങ്ങ് വടിച്ചു വിട്ടേക്കടാ. എന്റെ പട്ടി പഠിക്കും. ഇനിയിപ്പോ പട്ടിയെ പിടിക്കാൻ സമയം വേണ്ടേ? നീ തന്നെ അങ്ങ് ഡയറക്റ്റ് ചെയ്യ. എടാ, ലോക സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സംവിധായകൻ ഒരു പ്രൊഡ്യൂസറെ താടി പഠിക്കണം. ഒരു പ്രൊഡ്യൂസറെ താടി ഒരു എത്ര വൃത്തികെട്ട നാട്ടുകാരൻ നീ സേവനം ചെയ്ത് വിട്ടിരിക്കുന്നു. ഇതൊന്നുമില്ലെങ്കിൽ നിന്റെ പ്രൊഡ്യൂസർ അല്ലേ? വേഗം വേണേ. ചെല്ല്, ചെന്ന് നന്നായിട്ട് വടി. ചെല്ലാൻ. അല്ല, ഒരു പ്രൊഡ്യൂസറുടെ താടി പഠിക്കുമ്പോ ചില മുൻകരുതലുകളൊക്കെ വേണം. അതുകൊണ്ടാ. അസിസ്റ്റന്റ് റെഡിയാക്കൂ. ഹെഡ് നമ്പർ 7, ഷേവ് നമ്പർ 2. എന്താണിത്? പേടിക്കണ്ട, ഇതാണ് സിനിമാറ്റിക് ഷേവിംഗ്. തുടങ്ങിക്കോട്ടെ. എന്റെ സംവിധാന പരമ്പരകളെ, എന്റെ ആദ്യ വർക്കിന്റെ തുടക്കമാണ്, രക്ഷിക്കണേ. നമ്മൾ ചോദിക്കട്ടെ, സിനിമാക്കാരെ കുറിച്ചുള്ള നിങ്ങൾ ഒസാമാരെ അഭിപ്രായം എന്താ? സിനിമാക്കാരോ? മനുഷ്യരിൽ ഏറ്റവും വിശ്വസിക്കാവുന്ന വർഗമാണ് സിനിമാക്കാർ. അതിൽ തന്നെ ഏറ്റവും ഡീസന്റ് സംവിധായകനാണ്. അതെ, ഈ ഗാനരചയിതാക്കളെയാണ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ പറ്റുന്നവര്. ഞമ്മളൊരു ആൽബം പിടിക്കാൻ പോവുക. എന്താ നിങ്ങൾ ഒസാമാരെ അഭിപ്രായം? ആൽബം പിടിക്കണം എന്നൊക്കെ പറയുമ്പോ വേൾഡൻ മിസ്റ്റർ വേൾഡൻ.
അതെ അതെ സാർ ഒരു ബുദ്ധിരാക്ഷസൻ തന്നെ. കറക്റ്റ്. പക്ഷേ ഒരു ഡയറക്ടറെ കൊണ്ട് സമ്മതിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നതാണ് പണി. ഭയങ്കര ഡിമാൻഡല്ലേ ഈ സംവിധായകർക്ക്. ആ. ഈ പാട്ട് എഴുതുന്നവർക്ക് ഏറ്റവും ഭയങ്കര ഡിമാൻഡ്. ആ ഒരു പാട്ട് എഴുതിയിട്ട് വേണ്ടേ ഇവർക്കൊക്കെ സംവിധാനം പഠിക്കാൻ. അതെ, ഈ വരികളില്ലെങ്കിലും നല്ലൊരു മ്യൂസിക് ഉണ്ടെങ്കിൽ സംവിധായകർ ഷോട്ട് എടുത്ത് തകർക്കൂലേ? അങ്ങനെയല്ലേ ഈ ആൽബങ്ങളൊക്കെ കയറി ഹിറ്റ് ആകണത്. അതെ, പ്രൊഡ്യൂസർ എന്റെ ആണെന്നുള്ള കാര്യം നീ മറക്കണ്ട. അല്ല, ഈ വരികളില്ലാണ്ടും നമുക്ക് പാട്ടുണ്ടാക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോഴത്തെ അവസ്ഥ അതല്ലേ. പക്ഷേ സത്യത്തില് ഞമ്മക്കൊരു പേടിയുണ്ട്. എന്തിനാ പേടിക്കണം? സാറിന് ഈ വർക്കോടെ എല്ലാ പേടിയും തീർന്നിരിക്കും. ഒരു ഈസ്റ്റ് കോസ്റ്റ് വിജയനൊക്കെ സാറിനും ആകണ്ടേ? ഏയ് ഞമ്മക്ക് അത്രയൊന്നും ആവണ്ട. ആകണ്ടെന്നോ? ആകണം. അതിനേക്കാൾ വലിയ പ്രൊഡ്യൂസർ ആക്കും ഞങ്ങള്. സത്യം. നിങ്ങളോ? അല്ല, ഞങ്ങളെന്ന് പറയുമ്പോ അത് ഈ കടയിൽ ഇവിടെ ഇരുന്ന് ഇവൻ തടി പഠിച്ചതിന് ശേഷമല്ലേ വിജയേട്ടൻ ഇന്ന് ഈ നിലയിലെത്തിയത്. അല്ല, ഈസ്റ്റും കോസ്റ്റും ഒക്കെ ആയതിനു ശേഷം ഈ കടയിലേക്ക് വന്നിട്ടില്ല. അത് സത്യ. കാരണം കോസ്റ്റ് കൂടുമല്ലോ. നിങ്ങൾ ഇത്ര വലിയ ഒസാമാരാണെന്ന് നമ്മൾ അറിയില്ലേനു കേട്ടോ. അല്ല, ഈ സാറിന്റെ ഈ ഇടക്കിടക്കുള്ള ഒസാൻ എന്നുള്ള വിളി ഉണ്ടല്ലോ, അതൊന്നും നിർത്തണം. എന്നാ സുൽത്താനാക്കിക്കോ. കഷ്ടം. നിന്റെ പേര് പൈസ. മുടിയെന്നാണോ? അയ്യോ, പൈസ വേണ്ട സാർ, ഞാൻ വാങ്ങിക്കില്ല. വാങ്ങണോ? ഇല്ല 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 ഇല്ല. ഇതൊരു അഡ്വാൻസ് എന്ന് കരുതി നീ അങ്ങ് എന്താ നിങ്ങൾ വാങ്ങിച്ചോ. പറയുന്നത് മനസ്സിലാവുന്നില്ല. അല്ല, എന്നാ പിന്നെ നിർബന്ധമാണെങ്കിൽ നിങ്ങൾ തന്നേക്ക്. ഒസാമോന്റെ പേരെന്താ? എന്റെ പേര് ജമാൽ. അല്ല അല്ല, ജനാബ് കുഞ്ഞിക്കോയ. കുഞ്ഞിയല്ല കഞ്ഞി. ജനാബ് കുഞ്ഞിക്കോയക്ക് നല്ലൊരു ഭാവിയുണ്ട്. താങ്ക് യു സർ. എന്നാലും എന്റെ കുട്ടി ഉണ്ടല്ലോ, കുട്ടി ഭാവിയിൽ വലിയ തലേ കൈ വെച്ച് അനുഗ്രഹിക്കും. പേര് കേട്ട ബാർബറാവും. ഹലോ ഹലോ, ആ കേൾക്കാം കേൾക്കാം. ഇപ്പോൾ റേഞ്ചായി. ആ പ്രൊഡക്ഷൻ കൺട്രോൾ മത്തായി. ആ സാറേ, നേരത്തെ പറഞ്ഞ ഡയറക്ടർ റെഡി ആയിട്ടുണ്ട്. ആ ക്യാമറമാൻ റെഡി, ആർട്ടിസ്റ്റുകളെല്ലാം റെഡി, ആ ലൊക്കേഷൻ വരെ റെഡി. ആ അത് പിന്നെ ഇനി റെഡി ആവാനായിട്ട് പ്രൊഡ്യൂസറെ മാത്രം കിട്ടിയിട്ടില്ല സാർ, അതുകൊണ്ട് വിളിച്ചതാ. ഓ എന്താ തിരക്ക്? ഹലോ, അത് ഞാൻ പറഞ്ഞില്ലേ. അയ്യോ, ആ പ്രൊജക്ട് നന്നാവണമെങ്കിലേ ആ ഫിലിപ്പല്ലേ, അതെ, ആ പ്രൊജക്ട് നന്നാവണില്ല, ആ നായകനെ മാറ്റിക്കളയണം. ഞാൻ അന്നേ പറഞ്ഞാൽ അയാൾ ശരിയല്ലാന്ന്. ആ ക്യാമറമാനെ മാറ്റിക്കളാ. ആ പറ്റൂന്നുണ്ടെങ്കിൽ ആ ഡയറക്ടർ മാറ്റിക്കളാ. മാറ്റിന്നോ? ഓക്കെ. ആരെ മാറ്റിന്ന്? എന്നെ മാറ്റിന്ന? മമ്മൂക്ക 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 മമ്മൂക്ക് മമ്മൂക്ക മമ്മൂക്ക മത്തായി. ആ 15-16-17. അതെ, അടുത്ത മാസം. ആ ബ്ലോക്ക് ചെയ്യാൻ ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു. അല്ല, ഈ ജോർജിന്റെ കയ്യിൽ ഞാൻ 30 ലക്ഷം അഡ്വാൻസ് കൊടുത്തല്ലോ. 30 ലക്ഷം വേണമെന്നാ? 30 രൂപയെ? വെറും 30 രൂപയെ? ആരാണ് ചേച്ചാണ്? സിനിമയുടെ മമ്മൂക്കൊന്നുമില്ല, ഓട്ടോക്കാരൻ മമ്മൂക്കാണ്. ആ കാശ് കൊടുക്കാൻ 30 രൂപ. പിന്നെ തരാന്ന് പറ. അയ്യോ, ദിലീപ്. ഹലോ, ഹായ് ദിലു. ഞാൻ മത്തായി. പടം കണ്ടിരുന്നു, അസലായി. കൽക്കി കൽക്കി. അതെ അതെ. പക്ഷെ എനിക്ക് ആ പേരിനോട് മാത്രം എനിക്ക് ആ പേര് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതെ, ആ 2020 മാറ്റിയിട്ട് ടോട്ടൽ 40 ഇട്ടാ മതിയായിരുന്നു. അതെ, വെറും 40. അതെ അതെ, അടുത്ത പടത്തിൽ ഞാൻ തന്നെ വർക്ക് ചെയ്യേ. ഓക്കെ. രാവിലെ 10 മണിക്ക് എത്താന്ന് പറഞ്ഞല്ലേ, ഇപ്പൊ 12 മണിയായി. കൃത്യനിഷ്ഠ അത് മത്തായുടെ ഒരു വീക്ക്നെസ് ആണ്, മനസ്സിലായ? ഇതാണ് ഞാൻ പറഞ്ഞ ഡയറക്ടർ ജമാൽ രണ്ടത്താണി. ഓഹോ, ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളർ മത്തായി. ആ പിന്നെ രണ്ടത്താണി അവസാനമായി ചെയ്ത വർക്ക് ഏതാണ്? ആക്ച്വലി ഞാൻ ആദ്യമായാണ് എന്ന ആൽബമാണ് അവസാനമായിട്ട് ചെയ്തത്. പിന്നെ ബാർബറന്മാരെ ഇതിലെ എന്ന ഷോർട്ട് ഫിലിമിന് സ്പെഷ്യൽ ജൂറി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. രാത്രി വണ്ടി, പുലർച്ചയ്ക്ക് മുമ്പ്, നട്ടപ്പാതിര, ഉച്ചയ്ക്ക് ശേഷം, ഇനി അവൾ ഉറങ്ങട്ടെ. ഇതെല്ലാം ഞാൻ ചെയ്ത പടങ്ങളല്ലേ, എല്ലാം ബോക്സ് ഓഫീസ് ഹിറ്റല്ലേ. ഈ പടങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ. നീ മാത്രല്ല, ആരും കണ്ടിട്ടില്ല. പിന്നെ ഇയാൾ പറഞ്ഞു ബോക്സ് ഓഫീസ് ഹിറ്റാണ്. സുഹൃത്തെ, ഈ ബോക്സ് ഓഫീസിൽ കിടന്ന് ഹിറ്റായിന്നാ ഞാൻ പറഞ്ഞത്. അതിനാണ് ബോക്സ് ഓഫീസ് ഹിറ്റ് എന്ന് പറയുന്നത്. അതെ, ഇത് വന്ന് ഈ പ്രൊഡ്യൂസർക്ക് വല്ല വീക്ക്നെസ് ഉണ്ടോ? അയാള് പക്കാ ഡീസന്റാ. പിന്നെ മത്തായിച്ചേട്ടും രാത്രി പടങ്ങളുടെ കാര്യങ്ങളൊന്നും അവിടെ പറയരുത് കേട്ടോ. പറയോ?